Good morning. Today we are going to discussing about structural steel properties. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കോളേജിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് IS കോഡിലുണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് IS 800, പലരും 800ൻ്റെ കോഡ് വാങ്ങിയിട്ടുണ്ടാവില്ല. ആ കോഡിൽ 2.2.4.1 എന്നുള്ള ക്ലോസിലാണ് നമ്മളെ ഈ ഒരു പ്രോപ്പർട്ടീസ് ഉള്ളത്. സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ്. സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന് പറയുന്നത് നോർമൽ സ്റ്റീലിനെ തന്നെയാണ് സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന് പറയുന്നത്. ആ സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടി അറിയണത് യൂണിറ്റ് മാസ്, സ്റ്റീലിൻ്റെ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് റോസ് ഈക്വൽ ടു 7850 kg/m³ ആണ്. ഇത് കോൺസ്റ്റൻ്റ് ഒരു കുറച്ച് വാല്യൂസ് ആ കോഡിൽ ഉണ്ട്. ആ ക്ലോസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോഡിലുണ്ട്. ആ കോഡിൽ നോക്കി എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 2 × 10⁵ Nm/mm². പോയിസൺസ് റേഷ്യോ μ is equal to 0.3. മോഡുലസ് ഓഫ് റിജിഡിറ്റി G is equal to 0.79 × 10⁵ Nm/mm². കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 12 × 10⁻⁻⁶ ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നാണ് ഇതിനെ പറയുക. ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് ഇതിൽ ഇപ്പോൾ ഈ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ SD1 പഠിച്ചപ്പോൾ ഇപ്പോൾ സ്റ്റീലിൻ്റെ സ്ട്രെങ്ത്ത്, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്ത് FY എന്ന് പറഞ്ഞിട്ട് പഠിച്ചു. അപ്പോൾ അതൊരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. ഈൽഡ് സ്ട്രെസ് എന്നാണ് അതിനെ പറയുക. ഈൽഡ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ് FU, മിനിമം പെർസെൻറ്റേജ് ഓഫ് ഇലോങ്ങേഷൻ. ഇതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂസും ഈൽഡ് സ്ട്രെസ്സിൻ്റെ വാല്യൂ 410 സ്റ്റീലാണെങ്കിൽ, 440 സ്റ്റീലാണെങ്കിൽ, 490 സ്റ്റീലാണെങ്കിൽ, 540 സ്റ്റീലാണെങ്കിൽ ഒക്കെയുള്ള ഈൽഡ് സ്ട്രെസ്സും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അൾട്ടിമേറ്റ് സ്ട്രെസ്സും ഇലോങ്ങേഷനും ഉള്ള വാല്യൂസാണ് ആ ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. എഴുതിയെടുക്കുക. അത് കോഡിലുണ്ട്. അതും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു തരാം. അത് നോക്കി എക്സാമിന് എഴുതിയാൽ മതി. ദെൻ അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒന്ന് ഡക്റ്റിലിറ്റി, രണ്ടാമത്തത് ഹാർഡ്നെസ്സുമാണ്. ഡക്റ്റിലിറ്റി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് അണ്ടർഗോസ് ലാർജ് ഇൻ ഇലാസ്റ്റിക് ആൻഡ് പെർമനൻറ്റ് ഡിഫോർമേഷൻ വിത്തൗട്ട് ലോസ് ഓഫ് സ്ട്രെങ്ത് അണ്ടർ ദി ആപ്ലിക്കേഷൻ ഓഫ് ടെൻസൈൽ ലോഡ്. ഒരു മെറ്റീരിയലിനെ നമുക്ക് വയർ രൂപത്തിൽ മാറ്റി അതിൻ്റെ സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യാതെ തന്നെ അതിൻ്റെ ഷേപ്പ് ഒരു വയർ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു പ്രോപ്പർട്ടീനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയാം. Next, hardness. It is the one of the mechanical property of steel by virtue of its offers resistance to indentation and scratching. The hardness of steel measured by Brinell hardness test, Vickers hardness test, Rockwell hardness test. Hardness പറയുന്നത് എന്താ? ഒരു മെറ്റീരിയലിനെ നമ്മൾ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഇൻഡൻറ്റേഷനോ ഒന്നും വരാതെ അതിനെ പിടിച്ചു നിർത്താനുള്ള അതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസിനെയാണ് ഹാർഡ്നെസ് എന്ന് പറയുക. അപ്പോൾ അത് രണ്ടും സ്റ്റീലിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസാണ്. ഇനി അടുത്തത് മൈൽഡ് സ്റ്റീൽ. ഇപ്പോൾ നമുക്ക് മൈൽഡ് സ്റ്റീൽ ഉണ്ട്, ഹൈലി കാർബണേറ്റഡ് സ്റ്റീൽ ഉണ്ട്, കാർബണേറ്റഡ് സ്റ്റീൽ ഉണ്ട്. അതായത് കാർബൺ കണ്ടൻറ്റ് ഉള്ള സ്റ്റീല്, കാർബൺ കണ്ടൻറ്റ് കുറഞ്ഞ സ്റ്റീല്, കാർബൺ കണ്ടൻറ്റ് കൂടിയ സ്റ്റീൽ, അങ്ങനെ 3 ടൈപ്പ് സ്റ്റീലുണ്ട്. അപ്പോൾ അതിൽ മൈൽഡ് സ്റ്റീൽ പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കണ്ടൻറ്റിൻ്റെ അളവ് കുറവുള്ള സ്റ്റീലാണ്. അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്ട്രെസ് ഡയഗ്രത്തിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാവും. സ്ട്രെസ് Y ആക്സിസിലും സ്ട്രെയിന് X ആക്സിസിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ AB എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അവിടെ ഒരു CD പറഞ്ഞ പോയിന്റ് ഉണ്ട്. അതിൽ C' പറഞ്ഞ പോയിന്റ് ഉണ്ട്. DEF ഇതിനൊക്കെ ഓരോ പെർട്ടിക്കുലർ പോയിന്റ്സ് ആണ്. അതായത് 0 C വരെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മളെ ഗ്രാഫ് ഹൈലി റൈസ് ആയിട്ട് പോകുന്നുണ്ട്. ആ സിയിലെത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് വന്നിട്ടാണ് ഇത് താഴേക്ക് താഴുന്നത്. അതിനുശേഷം വീണ്ടും C to D കഴിഞ്ഞ് കഴിഞ്ഞാൽ Eയിലേക്ക് വീണ്ടും എന്താണ് ഒരു ഹൈലി റൈസിങ് ആണ് വരുന്നത്. അപ്പോൾ അത് ഓരോന്നും എന്താണ് ഡിനോട്ട് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അതിൽ പോയിന്റ് 0, അതായത് 0യിൽ നിന്ന് തുടങ്ങിയ പോയിന്റ് എയിലേക്ക് എത്തുന്ന പോയിന്റ് പറയുന്നത് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. അതായത് സ്ട്രെസ് സ്ട്രെയിനോട് ഈക്വലായി വരുന്ന ആ ഒരു റീജിയനെ പറയുന്നത് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്നാണ്. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ ആഫ്റ്റർ റീച്ചിങ് എ ചേഞ്ച് ഇൻ സ്ട്രെയിൻ റാപ്പിഡ്ലി കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സ്ട്രെസ് ബട്ട് ഇറ്റ് സ്റ്റിൽ മെറ്റീരിയൽ ബിഹേവ്സ് ഇലാസ്റ്റിക്കലി അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് ബി. അതായത് ഫിഗർ നോക്കുക. ഇപ്പോൾ 0യിൽ നിന്ന് എയിൽ വരുന്ന വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഈക്വലായി വരുന്ന പോയിൻ്റാണ്. അതുകൊണ്ട് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്നാണ് പറയുക. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി സ്ട്രെസ്സും സ്ട്രെയിനും ഈക്വലാന്നുള്ള ആ പോയിന്റ് ജസ്റ്റ് ചേഞ്ച് ആവുന്നുണ്ട്. ആ ഒരു ചേഞ്ചിൽ അവിടെ ബി വരെ അത് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. ബി വരെ ഇലാസ്റ്റിക് ലിമിറ്റ് കോൺസ്റ്റൻ്റ് ആണ്. A to B വരെ നമ്മളെ ഇലാസ്റ്റിക് ലിമിറ്റ് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ബിയിൽ നിന്ന് ഇനി
സി ഡാഷിലേക്ക് പോകുമ്പോൾ സി ഡാഷ് ആണല്ലോ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് പറയുന്നത്, അതിന് അപ്പർ ഈൽഡ് പോയിന്റ് എന്നാണ് പറയുക. സി ഡാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സി ഉണ്ട്, അതായത് താഴത്തേക്കാണ് ആ സി. കർവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും താഴത്തേക്കാണ് സി, അതായത് അവിടെ വെച്ചിട്ടാണ് നമ്മളെ മെറ്റീരിയലിന് ഒരു ബ്രേക്കിംഗ് വരുന്നത്. അപ്പോൾ ആ ഒരു സി എന്ന് പറയുന്നത് ലോവർ ഈൽഡ് ലിമിറ്റും സി ഡാഷ് പറയുന്നത് അപ്പർ ഈൽഡ് ലിമിറ്റുമാണ്. Then CD, yield point of a material start flowing plasticity without significant increase in the stress and material undergoes large deformation. ആ സി ഡി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ ബിയോണ്ട് ഈൽഡ് പോയിന്റ് ആണ്. ആൻഡ് മെറ്റീരിയൽ സ്റ്റാർട്ട്സ് ഫ്ലോവിങ് പ്ലാസ്റ്റിക്കലി, അതായത് പ്ലാസ്റ്റിക്കലി ആവാൻ മെറ്റീരിയൽ ഫ്ലോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ് വിത്തൗട്ട് എനി സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ്. സ്ട്രെസ്സിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഒന്നും ഇല്ലാതെ മെറ്റീരിയൽസിന് ലാർജ് ഡീഫോർമേഷൻസ് എന്ത് ചെയ്യാണ്, ആ ഒരു സ്റ്റേജിൽ വരികയാണ്, ഡീഫോർമേഷൻ വരും. ദെൻ പാർട്ട് ഡി ഇ എന്ന് പറയുന്നത് പോയിന്റ് ഡിയിൽ റീച്ച് ചെയ്തതിന് ശേഷം അവിടെ പിന്നെ നമുക്ക് സ്ട്രെസ്സ്, അപ്പോൾ ഇത്രയും നേരം സ്ട്രെസ് ആയിരുന്നു പറഞ്ഞിരുന്നത്, ഇനി സ്ട്രെയിനാണ്. സ്ട്രെയിൻ ഹാർഡനിങ് പോയിൻ്റാണ്, അതായത് സ്ട്രെയിനിൽ ഇൻക്രീസിങ് വരുന്ന പോയിൻ്റാണ്. ആ ഒരു പോർഷനെ പറയുന്നത് സ്ട്രെയിൻ ഹാർഡനിങ് തന്നെയാണ്. ഈനെ അൾട്ടിമേറ്റ് സ്ട്രെസ്സ് എഫ് യു എന്നാണ് പറയുക. ഈ റെപ്രസെൻറ്റ് അൾട്ടിമേറ്റ് സ്ട്രെസ്സ്. ഈ എന്ന് പറയുന്നത് മാക്സിമം അൾട്ടിമേറ്റ് സ്ട്രെസ്സ് വരുന്ന പോയിൻ്റാണ്. മറ്റേത് ഈൽഡ് പോയിൻ്റ് ആയിരുന്നു, അതുപോലെ അൾട്ടിമേറ്റ് ഈൽഡ് പോയിൻ്റ് ആയിരുന്നു. ഇത് അൾട്ടിമേറ്റ് സ്ട്രെസ്സ് വരുന്ന പോയിൻ്റാണ് ഡി ഇ എന്ന് പറയുന്നത്. ഇ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ് reaches point E, the stress is corresponding to the ultimate stress, the necking of material begins. അതായത് നമ്മൾ നെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ മോഡ് ഓഫ് ടെൻസൈൽ ഡിഫോർമേഷൻ ആണ്, അതായത് ടെൻസൈലായിട്ട് വരുന്ന ഒരു ഡിഫോർമേഷൻ ആണ്. വേർ റിലേറ്റീവ്ലി ലാർജ് എമൗണ്ട് ഓഫ് സ്ട്രെയിൻ ലോക്കലൈസ് ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി ഇൻ എ സ്മാൾ റീജിയൻ ഓഫ് ദി മെറ്റീരിയൽ. അതായത് ആ ഒരു ഏരിയയിൽ ഒരുപാട് എന്ത് ചെയ്യും, സ്ട്രെയിൻ്റെ എമൗണ്ട് ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി ആയിട്ട് എന്തുണ്ടാവും, ഡിഫോർമേഷൻ വരുത്തുന്ന ആ ഒരു റീജിയൻ, ആ ഒരു മെറ്റീരിയലിൽ ആ ഒരു ഭാഗത്ത് ആ ഒരു ചേഞ്ച് വരുത്തുന്ന ആ ഒരു ഏരിയനെയാണ് നെക്കിങ് എന്ന് പറയുക. നെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലാസ്റ്റ് ഇ നിന്ന് എഫിലേക്ക് എത്തുന്ന പോയിന്റ്, ആ എഫിലാണ് ഫ്രാക്ചർ സംഭവിക്കുന്നത്. മെറ്റീരിയൽ കംപ്ലീറ്റ് ഫ്രാക്ചറായി പോകുന്നത് ആ ഒരു പോയിന്റിലാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഈൽഡ് പോയിന്റ് ഉണ്ട്, ഈൽഡ് പോയിന്റ് ഓഫ് സ്ട്രെസ് ഉണ്ട്, ഈൽഡ് പോയിന്റ് ഓഫ് അൾട്ടിമേറ്റ് ഈൽഡ് പോയിന്റ് ഉണ്ട്, ലോവർ ഈൽഡ് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ അൾട്ടിമേറ്റ് സ്ട്രെസ് ഉണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് യങ്സ് മോഡൽസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ഗ്രാഫാണ്. അപ്പോൾ അതിൽ ഓരോ പോയിന്റ് ഫസ്റ്റ് എ വരെയുള്ള പോയിന്റ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, അടുത്തത് എ ടു ബി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് കോൺസ്റ്റൻ്റ് ആണ് അപ് ടു ബി വരെ. അത് കഴിഞ്ഞാൽ ബിയിൽ നിന്ന് സി ഡാഷ് എന്ന് പറയുന്നതാണ് അതിൻ്റെ അപ്പർ ഈൽഡ് ലിമിറ്റ്, സി എന്ന് പറയുന്നത് അതിൻ്റെ ലോവർ ഈൽഡ് ലിമിറ്റാണ്, സി ടു ഡി എന്ന് പറയുന്നത് അവിടെയാണ് മാക്സിമം സ്ട്രെസ് വരുന്ന ഒരു ഏരിയ. അങ്ങനെ ആ ഒരു ഗ്രാഫിൽ ഓരോ പോയിന്റ് എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. അതായത് നമ്മളിപ്പം SD1 ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒരു ലിമിറ്റ് സ്റ്റേറ്റ് ഫാക്ടർ 1.5 കൊണ്ട് നമ്മളെ ലോഡിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾട്ട് വെച്ചിട്ടുള്ള ഡിസൈന്, വെൽഡ് വെച്ചിട്ടുള്ള ഡിസൈന്, നമ്മളെ സ്ട്രക്ചേഴ്സിന് തമ്മിൽ എങ്ങനെയൊക്കെയാണ് കണക്ഷൻ ചെയ്യുക, അപ്പോൾ അതിനൊക്കെ അതേപോലെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഉണ്ട്. അതിൽ ബോൾട്ട് റിവെറ്റ്, വെൽഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. ബോൾട്ട് ഫ്രിക്ഷൻ ടൈപ്പ് ബോൾട്ട് ആണെങ്കിലും ബിയറിംഗ് ടൈപ്പ് ബോൾട്ട് ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ റിവെറ്റിനും വെൽഡിനും ഒക്കെ ഉള്ള ഷോപ്പിലുള്ളതും ഫീൽഡിലുമായിട്ടുള്ള പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഈ ടേബിൾ പറയുന്നത് IS കോഡിലുണ്ട്. IS കോഡ് 800 ടേബിൾ 5. നമ്മളെ പേജ് മറിച്ച് വരുമ്പോൾ ഫസ്റ്റ് ടേബിൾ 5 ഇതുള്ളത്. അതിൽ ഈൽഡിങ് ഗാമ എമ്മോ, മാക്സിമം ഈൽഡിങ്ങിൻ്റെ ഗാമ എമ്മോൻ്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ പറയുന്നത് 1.1 ആണ്. ബക്ലിംഗ് കൊണ്ട് ഉണ്ടാവുന്നത് 1.1 ആണ്. അൾട്ടിമേറ്റ് സ്ട്രെസ് പറയുന്നത് 1.25 ആണ്. ഇനി ബോൾട്ട് ഗാമ എം എഫ് എന്നാണ് ഫ്രിക്ഷൻ ടൈപ്പ് ബോൾട്ട് ആണെങ്കിൽ. അതിൽ ഫീൽഡിൽ വെച്ചുണ്ടാക്കുന്ന ബോൾട്ട് ആണെങ്കിലാണ് ഫീൽഡ് ഫാബ്രിക്കേഷൻ, ഷോപ്പിൽ വെച്ചുണ്ടാക്കുന്ന ബോൾട്ടാണ് ഷോപ്പ് ഫാബ്രിക്കേഷൻ. ഫ്രിക്ഷൻ ടൈപ്പ് ബോൾട്ട് ആണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെ ഫീൽഡിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ടത് 1.25 ആണ്. ഇനി ബിയറിംഗ് ടൈപ്പ് ബോൾട്ട് ആണെങ്കിലും രണ്ടും കൺസിഡർ ചെയ്യേണ്ടത് 1.25 ആണ്. റിവെറ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ രണ്ടും 1.25 ആണ്. പക്ഷേ വെൽഡ് ഷോപ്പിൽ വെച്ച് ചെയ്യണ വെൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 1.25ഉം ഫീൽഡിൽ വെച്ചിട്ട് ചെയ്യണ വെൽഡ് ആണെന്നുണ്ടെങ്കിൽ 1.5ഉം ആണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആ വാല്യൂസ് ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഈ ടേബിൾ വരച്ചെടുക്കുക, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും. നെക്സ്റ്റ് പറയുന്നത് റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് കണക്ഷൻ. ഒരു ഗുഡ് കണക്ഷന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി റിജിഡ് എനഫ് ടു അവോയ്ഡ് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ് വിച്ച് മേ കോസ് ഫാറ്റിക് ഫെയിലിയർ. അതായത് ഫെയിലിയർ വരാതെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബോൾട്ടിനാണെങ്കിലും റിവെറ്റിനാണെങ്കിലും വെൽഡിനും ഉണ്ടായിരിക്കണം. ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ പാടില്ല സ്ട്രെസ് വരുന്ന സമയത്ത്.
ഇറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ദർ ഈസ് ദ ലീസ്റ്റ് പോസിബിൾ വീക്കനിങ് ഓഫ് ദി പാർട്ട് ടു ബി ജോയിൻഡ്. രണ്ട് കണക്ഷൻസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യണ ആ ഒരു പോർഷൻസ് എന്ന് പറയുന്നത് ഇത് ജോയിൻ ചെയ്യാൻ, അതായത് നമ്മൾ കണക്ഷൻ ബോൾട്ടോ റിവറ്റോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് വീക്കൻ ആയിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ നമുക്ക്, അതായത് ക്ലിയർ ആണോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വർഷങ്ങളിലോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം, 6 മാസം കൂടുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതാണ് ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ബോൾട്ട് കണക്ഷൻ ഉണ്ട്, വെൽഡ് കണക്ഷൻ ഉണ്ട്, റിവറ്റ് കണക്ഷൻ ഉണ്ട്. നമ്മൾ ക്ലാസ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വേണ്ട റിക്വയർമെൻറ്റ്സ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിവറ്റ് കണക്ഷൻ ആണ്. ഇതാണ് റിവറ്റ് കണക്ഷൻ്റെ ഫിഗർ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്. അതായത് ഒരെൻഡിൽ ഹെഡും അതിന് ഷാങ്കും ആണ് ഉള്ളത്. അതായത് അടിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡും നമുക്ക് ഒരേപോലെയാണ് ഫീൽ ചെയ്യുക. അതിൻ്റെ ഡയമീറ്റർ എങ്ങനെ കാണിക്കണേ, നോമിനൽ ഡയമീറ്റർ ഏതാണ്, അതിൻ്റെ ഹെഡ് ഡയമീറ്റർ ഏതാണെന്നുള്ളതാണ് അതിൽ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഫിഗർ ഒന്ന് ജസ്റ്റ് നോക്കുക. അതേപോലെ തന്നെ ബോൾട്ടിൻ്റെ ഫിഗർ ഉണ്ട് ഇതിൽ. അപ്പോൾ അതും ഇത് പറയുമ്പോൾ അതേപോലെ തന്നെ ചെക്ക് ചെയ്യുക. റിവറ്റ് കണക്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്, ഈസി റിവറ്റിംഗ് പ്രോസസ്സാണ്. പെട്ടെന്ന് നമുക്കത് അടിച്ച് ഇതാക്കാൻ പറ്റും. റിവറ്റ് കണക്ഷൻ ഈസ് പെർമനൻ്റ് ആണ്. ചീപ്പർ ഫാബ്രിക്കേഷൻ കോസ്റ്റ്, അതിന് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് കുറവാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. ഡിസിമിലർ മെറ്റൽസ് ക്യാൻ ആൾസോ ബി ജോയിൻഡ്, അതായത് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നോൺ മെറ്റാലിക് ജോയിൻസും ഒക്കെ പോസിബിൾ ആണ് റിവറ്റ് കണക്ഷനിൽ. ആൻഡ് വിത്തൗട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് റിമോട്ട് ഏരിയ, അതായത് ഇലക്ട്രിക്കൽ നീഡ്സ് ഒന്നും വേണ്ട ഇത് ഫിറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഹീറ്റിംഗ് ദ റിവറ്റ്സ് പ്രിയർ ടു ഡ്രൈവിംഗ്, അതായത് ഇത് നമ്മൾ അടിച്ച് കയറ്റുന്നതിന് മുന്നേ അതിന് പ്രീ ഹീറ്റ് കൊടുക്കണം. ഹൈ ലെവൽ ഓഫ് നോയ്സ്, ഒരുപാട് സൗണ്ട് ഉണ്ടായിരിക്കും. സ്കിൽഡ് വർക്ക് നെസസറി ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് കണക്ഷൻ, അതായത് ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് നമുക്ക് എന്ത് വേണം, സ്കിൽഡ് ആയിട്ടുള്ള ആളുടെ സൂപ്പർവിഷൻ വേണം. കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ കെയർഫുൾ ഇൻസ്പെക്ഷൻ, ഈ ഇൻസ്പെക്ഷനിലൊക്കെ കോസ്റ്റ് ഒരുപാട് ആവശ്യങ്ങൾ വേണ്ടി വരും. ലേബർ കോസ്റ്റ്, ഇത് ചെയ്യാനുള്ള ആളുടെ കോസ്റ്റും എന്താണ് ഒരുപാട് കൂടുതലാണ്. ബോൾട്ട് കണക്ഷൻ എന്ന് പറയുന്നത് ബോൾട്ട് നട്ട്സ് ആൻഡ് വാഷേഴ്സ് ഷാൽ കൺഫേം ആസ് അപ്രോപ്രിയേറ്റ് ടു, ഇതാണ് ബോൾട്ട് കണക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ബോൾട്ട് ഉണ്ടാവും, അതിന് അതുപോലെ തന്നെ വാഷർ ഉണ്ടാവും. വാഷർ നമ്മൾ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഒരു നട്ട് ഉണ്ടാവും. ഇതിലിപ്പോൾ ഈ ബോൾട്ടിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ ബോൾട്ടിൽ ആ ഒരു പിരി പോലെ കാണുന്ന ഭാഗത്തിനെയാണ് ത്രെഡ് എന്ന് പറയുക. പിന്നെ അതിലൊരു നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഫ്രീ ആയിട്ട് ഈ ഒരു ത്രെഡ് എന്ന് പറയുന്ന പോർഷൻ അല്ലാതെ ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഭാഗത്തിനെ പറയുന്ന പേരാണ് ഷാങ്ക്. അതുപോലെ അതിൻ്റെ റേഡിയസ് അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും എൻഡിലുള്ള പോർഷനെയാണ് ഹെഡ് എന്ന് പറയുക. ഇനി ആ ത്രെഡ് വരുന്ന ഭാഗത്ത്, അതായത് ആ പിരിഞ്ഞ ഭാഗത്തിനാണ് ത്രെഡ് ലെങ്ത്ത് എന്ന് പറയുക. പിന്നെ ആ ഫ്രീ ആയിട്ട് വരുന്ന ഭാഗത്തിന് ഗ്രിപ്പ് ലെങ്ത്ത് എന്ന് പറയും. ടോട്ടൽ ലെങ്ത്തിന് നോമിനൽ ലെങ്ത്ത് എന്നാണ് പറയുക. ബോൾട്ട് ചെയ്തതിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ദെൻ അത് ഈ ബോൾട്ടിനെ പറ്റി സ്പെസിഫൈ ചെയ്യണ കുറച്ച് കോഡുകളുടെ പേരും അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ബോൾട്ടിൻ്റെ ഈ പാർട്സും കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ട് തന്നെ വരയ്ക്കണം. കാരണം ബോൾട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബോൾട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ലെസ് മാൻ പവർ, ഒരുപാട് ആളുടെ ആവശ്യമൊന്നും വരില്ല ഈ ബോൾട്ട് ചെയ്യാൻ. ഹൈ സ്ട്രെങ്ത് ബോൾട്ട് ആർ സ്ട്രോങ്ങർ ദാൻ റിവറ്റിനേക്കാൾ സ്ട്രോങ്ങർ ആണ് ഹൈ സ്ട്രെങ്ത് ബോൾട്ട് എന്ന് പറയുന്നത്. ബോൾട്ടഡ് കണക്ഷൻ നീഡ് ലെസ്റ്റ് ഫാസ്റ്റ്നേഴ്സ് ദാൻ റിവറ്റഡ് ജോയിൻസ്, അതായത് ബോൾട്ടഡ് കണക്ഷന് ഫാസ്റ്റ്നേഴ്സ്, അതായത് ഇതിന് ഫാസ്റ്റ്നേഴ്സിൻ്റെ ആവശ്യമില്ല റിവറ്റഡ് ജോയിൻറ്റിനേക്കാളും. ബോൾട്ടിംഗ് ഓപ്പറേഷൻ ഈസ് മച്ച് ഫാസ്റ്റർ, പെട്ടെന്ന് നടക്കും. ബോൾട്ടിംഗ് ഓപ്പറേഷൻ ഈസ് വെരി സൈലൻറ്റ് ഇൻ കോൺട്രാസ്റ്റ് ടു ഹാമറിങ് നോയ്സ് ഇൻ റിവറ്റ്, അതായത് റിവറ്റ് എന്ന് പറയുന്നത് അടിച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന നോയ്സ് ബോൾട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. ബോൾട്ടിങ് ഈസ് എ കോൾഡ് പ്രോസസ്, നോ റിസ്ക് ഓഫ് ഫയർ, അതായത് ചൂടിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ബോൾട്ട് ക്യാൻ ബി റിമൂവ്ഡ്, റീപ്ലേസ്ഡ് ഓർ റീടൈറ്റഡ്, റിമൂവ് ചെയ്യാൻ വേണ്ടപ്പോൾ റീപ്ലേസ് ചെയ്യാൻ വേണമെങ്കിൽ റീടൈറ്റൻറ്റും ചെയ്യാം. ഈസിലി ഫോൾട്ടി ബോൾട്ടിങ് ഓർ ഡാമേജ്ഡ് ബോൾട്ട് ഡ്യൂ ടു ആക്സിഡൻറ്റ് ഓർ ഹസാർഡ്സ്, അതായത് നമ്മൾ ഫോൾട്ടി ആയിട്ടുള്ള, അതായത് കേട് വന്നതോ അല്ലെങ്കിൽ പൊട്ടിയതായിട്ടുള്ള ബോൾട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫോൾട്ടി ബോൾട്ട് പറയുന്നത് അതാണ്. അത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ, ഇപ്പോൾ നമ്മൾ എന്താണ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ കണക്ട് ചെയ്യാനാണ് ബോൾട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോൾട്ടി ബോൾട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഹസാർഡ്സ്, അപകടങ്ങളൊക്കെ സംഭവിക്കുക, അത് പൊളിഞ്ഞ് ചാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയണത് കേട്ടോ. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയണത്. ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ട്രെങ്ത്ത് കമ്പാരിറ്റീവ്ലി കുറവാണ് വെൽഡിനെ അപേക്ഷിച്ച്. വെൽഡ് ആണെങ്കിൽ പ്രോപ്പർ സ്ട്രെങ്ത് ആണ്, അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബോൾട്ടിന് എന്താണ് സ്ട്രെങ്ത്ത് കുറവാണ്.